വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ ഒരു പതനത്തിനെക്കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇത്രയും ദയനീയമായിട്ടുള്ളൊരവസ്ഥ. ഇപ്പം ബ്രയൻ ലാറയുടെ നേതൃത്വത്തിൽ ഒരു വലിയ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലൈവ് ലോയിഡ് അല്ലേ, രണ്ടുപേരും ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ട്. അപ്പം എന്തായാലും നമുക്കറിയാം അതിൻ്റെ അകത്ത് ഒരു ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ചിലപ്പം ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന കളിക്കാർ ഇപ്പോഴും വെസ്റ്റ് ഇൻഡീസിലുണ്ട്. ഇപ്പോൾ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് കളിക്കാരും വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണുള്ളത്. ആ ഒരു DK നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ റിച്ചി റിച്ചാർഡ്സനൊക്കെ ശേഷമുള്ള വെസ്റ്റ് ഇൻഡീസ് ടീം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പുരോഗതിയുടെ സാധ്യതകൾ ഇവർ പലതരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നേപ്പാളിൽ T20 സീരീസ് തോറ്റു. ഇവിടെയാണെങ്കിൽ വളരെ ദയനീയമാണ് ഒരു ടെസ്റ്റ് ടീമിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ, ഇപ്പം മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നോക്കുമ്പോൾ എന്തായിരിക്കും വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും പൈസ വേണം. അത് പ്രധാന ഒരു പരിഹാരം പണമാണ്. അതിപ്പോൾ നമുക്ക് അതിന്ന് ഒളിച്ചു നിൽക്കാൻ പറ്റില്ല ശരിക്കും. ഇപ്പോൾ ICCയുടെ പൈസ വിതരണം ചെയ്യുന്നത്, അവർക്ക് കിട്ടണം പൈസ, അത് അധികം ബ്രോഡ്കാസ്റ്റ് എന്നാണ് വരുന്നത്. ഏകദേശം 38-39% ഇന്ത്യക്ക് BCCIക്കാണ്. ബാക്കി ബോർഡുകൾക്ക് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന് 7%, ഓസ്ട്രേലിയക്ക് 6%, പാകിസ്ഥാൻ 5%, അങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ഈ പൈസ കൊണ്ടാണ് അവര് കഴിഞ്ഞു പോകുന്നത്. അപ്പൊ വെസ്റ്റ് ഇൻഡീസിലാണെങ്കിൽ ചെലവ് ഭയങ്കര അധികം. ഇപ്പൊ ഇവിടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഇപ്പൊ ഒരു കേരള ടീമിന് ഏറ്റവും അധികം ചെലവ് വരുന്നത് പഞ്ചാബിലോ കാശ്മീരിലോ ബംഗാളിലോ ഒക്കെ പോകാനാണ്. അവിടെ എനിക്ക് ഓർമ്മയുണ്ട് 2007 ഞാൻ ലോകകപ്പിന് പോയ സമയത്ത് ജമൈക്കയിൽ നിന്ന് ഗയാന വരെ പറക്കാൻ വൺ വേ ടിക്കറ്റ് ആ സമയത്ത് $400. അക്കാലത്ത് ഏകദേശം 20 കൊല്ലമായി. അത്രയും വില കൂടിയ പരിപാടിയാണ്. അവിടെ ഇന്റർ ഐലൻഡ് മാച്ചസ് നടത്താന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് തീരെ പുതുക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. ആ ലോകകപ്പിന് ശേഷം വളരെ കുറച്ച് മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നല്ലാതെ റോസ്റ്റൺ ചേസ് ആദ്യത്തെ ടെസ്റ്റ് തോറ്റതിന് ശേഷം അത് വളരെ നന്നായിട്ട് സംസാരിച്ചു അതിനെപ്പറ്റി. കളിക്കാർക്ക് ബാറ്റ്സ്മാന് കോൺഫിഡൻസിൽ ഫാസ്റ്റ് ബോളേഴ്സ് ഇപ്പോഴും വരുന്നുണ്ട്, നല്ല ബോളേഴ്സ് ഇപ്പോഴും വരുന്നുണ്ട്. രണ്ടുപേരും ഇവിടെ കളിക്കണില്ല പരിക്ക് കാരണം, ഷമാ ജോസഫും അൽസാരി ജോസഫും. പക്ഷെ ഇപ്പോഴും നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. ബാറ്റ്സ്മാൻ ആണ് ഇല്ലാത്തത്. എന്തുകൊണ്ട്? നല്ല പിച്ചസ് ഇല്ല കാരിബിയനിൽ. മുഴുവൻ ഈ അപ്പ് ആൻഡ് ഡൗൺ ബൗൺസ് അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വയനാട്ടിലുള്ള പിച്ച് പോലെ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു വെന്യൂവും കൂടി അവിടെ ഇല്ല. അപ്പൊ എന്തുകൊണ്ട്? അത് പൈസ ചെലവാക്കാനില്ല അവരുടെ അടുത്ത്. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഇപ്പൊ $2.5 കോടി ICC കിട്ടുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസിന് എല്ലാവരും. ആ പൈസ എവിടെ പോകണം? പക്ഷെ ആ പൈസ വെച്ചിട്ട് ഈ ശമ്പളങ്ങൾ കൊടുക്കണം കളിക്കാർ. എന്നിട്ടും അധിക കളിക്കാരും മറ്റേ ഫ്രാഞ്ചൈസ് ലീഗിലേക്ക് പോവാണ്. അവർക്ക് കിട്ടണ പൈസ പോരാന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറയണ്ട ഞാൻ. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഈ BCCI, അതിപ്പോ ജേഷ ആയാലും ആരായാലും അവര് തീരുമാനം എടുക്കണം. ഞങ്ങൾക്ക് ഈ 38% വേണ്ട. ഒരു രാജ്യത്തിനും 15-ലധികം അർഹിച്ചിട്ടില്ല ഇത് വീതിക്കുമ്പോൾ. എന്നിട്ട് ബാക്കിയുള്ളത് എല്ലാവർക്കും ശരിക്കും വീതിച്ചു കൊടുക്കുക. അങ്ങനെ മാത്രമേ ഒരു വെസ്റ്റ് ഇൻഡീസോ പാകിസ്ഥാനോ സിംബാബ്വെ ഒക്കെ തിരിച്ചു വരാൻ പറ്റൂ. എന്താ വെച്ചാൽ പണം വേണം. അതല്ലാതെ വേറൊരു ഇവിടുത്തെ ഈ പിച്ചസ് ഒക്കെ മാറ്റുക എന്ന് പറഞ്ഞാല് അത് അതേപോലെ ഔട്ട്ഫീൽഡ് വളരെ മോശം ഔട്ട്ഫീൽഡാണ്. അപ്പൊ ബോളിന്റെ കണ്ടീഷൻ മാറും, എല്ലാം മാറും ശരിക്കും. ഇവിടുത്തെ ഏറ്റവും നമ്മുടെ 2ാം tier ഗ്രൗണ്ടിൽ വരെ അവിടുത്തെ ഔട്ട്ഫീൽഡിൽ നല്ലത്. അത് ഇന്നലെ ബ്രയൻ ലാറ ഒരു കാര്യം പറഞ്ഞു, ഒരു ന്യൂസ് കോൺഫറൻസ് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ. അതിനകത്ത് ബ്രയൻ ലാറ പറയുന്നത് പിന്നെ വിവർ റിച്ചാർഡ്സ് ഒക്കെ കളിച്ചു തുടങ്ങിയ സമയത്ത് ഇതിനെക്കാട്ടും മോശമായിരുന്നു വെസ്റ്റ് ഇൻഡീസിലെ ഈ പിച്ചിൻ്റെയും ബാക്കിയുള്ള ഫെസിലിറ്റീസിൻ്റെയും ഒക്കെ അവസ്ഥ. അപ്പം നമ്മൾ അത് പറയുന്നത് ശരിയല്ല. അല്ല, അതങ്ങനെ നോക്കുക ഇപ്പൊ എല്ലാ രാജ്യത്തും അത്. പക്ഷെ ഈ തലമുറയുടെ സ്റ്റാൻഡേർഡ്സും അതുമായിട്ട് കമ്പയർ ചെയ്യണതിൽ അർത്ഥമില്ല. അപ്പോഴത്തെ കളിക്കാരുടെ മേതെയുള്ള ഡിമാൻഡ്സ്. ഇപ്പൊ ഞാൻ ഒരിക്കൽ ഹോൾഡിങ്ങിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാലത്തൊക്കെ ഇപ്പൊ കപിൽ ദേവും നിങ്ങളൊക്കെ 5000 ബോളൊക്കെ ഒരു സീസൺ എറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴത്തെ കളിക്കാർ എന്തുകൊണ്ട് വർക്ക് ലോഡ് എന്ന് പറഞ്ഞ് നടക്കണം?
ഹോൾഡിംഗ് പറഞ്ഞ 5000 ബോളിൽ 4000 ബോൾ ചിലപ്പോൾ കൗണ്ടി ക്രിക്കറ്റിലായിരിക്കും എറിഞ്ഞിട്ടുണ്ടാവുക. അതിൽ എനിക്കറിയാം ഞാൻ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കൗണ്ടി ക്രിക്കറ്റും അന്താരാഷ്ട്രീയ ക്രിക്കറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതേപോലെ ഇവിടെ രഞ്ജി ട്രോഫി കളിക്കുന്നതും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതും തമ്മിൽ. അപ്പൊ അതില് പറയണതിൽ അർത്ഥമില്ല. പിന്നെ ഇപ്പോഴത്തെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റേഴ്സ് പറഞ്ഞാൽ അവര് നോക്കേണ്ടത് ബാക്കി ചുറ്റുമുള്ള കളിക്കാരെ. ഒരു കെറിൻ പോളാർഡ് നോക്കേണ്ടത് വിരാട് കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ അങ്ങനത്തെ കളിക്കാർ, അല്ലെങ്കിൽ ഒരു മിച്ചൽ സ്റ്റാർക്ക്, അവർക്കൊക്കെ എത്ര പൈസ കിട്ടണമെന്നാണ് നോക്കുന്നത്. അപ്പൊ അതിലൊരു തെറ്റുമില്ല, അത് മനുഷ്യന്മാരുടെ നേച്ചർ അതാണ്.